ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ക്യാരറ്റ് വെച്ചിട്ട് നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇഫ്താറിൻ്റെ സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. അതായത് നോമ്പിൻ്റെ ക്ഷീണവും ദാഹമൊക്കെ മാറാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ. വെറും 5 മിനിറ്റ് മാത്രം മതി. നമ്മുടെ കയ്യിലുള്ള ചേരുവകൾ മാത്രം മതി കേട്ടോ. അതായത് ക്യാരറ്റും പാലും പിന്നെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇഫ്താറിന് മാത്രമല്ല കേട്ടോ, ഈ ഒരു ചൂടിനും നമുക്ക് ദാഹവും ക്ഷീണമൊക്കെ മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്കുള്ള ക്യാരറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ക്യാരറ്റിൻ്റെ അളവ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു വലുതും പിന്നെ ഒരു ചെറുതും. ഇനി ഈ ഒരു ക്യാരറ്റ് നല്ലപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതാ നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂനട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം ബദാമോ വേറെ ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കുതിർത്തെടുത്തതാണിത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴമാണ് കേട്ടോ. അതായത് ഒരു 5 ഈത്തപ്പഴം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഈത്തപ്പഴം കുതിർത്ത് വെച്ച ആ വെള്ളത്തോടു കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് തേന് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാരയൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്ക പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. ഒരുപാട് പാൽ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടൂല. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതാ പാലൊക്കെ ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഐസ് ക്യൂബ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പാല് അത്യാവശ്യം ഫ്രീസ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചെറുതായിട്ട് കട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ പാല്. അപ്പോൾ 250 ml കപ്പിന് ഏകദേശം 2 കപ്പോളം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ പാലൊക്കെ ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ അടിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പരമാവധി നമ്മൾ വെള്ളം ചേർക്കാതെ വെറും പാലിൽ തന്നെ നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ നോക്കുക. ഇനി ഒരുപാട് പാലായിട്ട് ഇഷ്ടമല്ലെങ്കിൽ പകുതി വെള്ളം പകുതി പാലും പാടെ ചേർത്തിട്ട് തയ്യാറാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് അരിച്ചെടുക്കാതെ കുടിക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആപ്പിളിൻ്റെ പകുതി ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏറ്റവും ചെറിയ ഹോളിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണോ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ആപ്പിളൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ക്യാരറ്റ് ഡ്രിങ്ക് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ആപ്പിളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു തവിയോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറയുടെ സമയത്ത് ഇതൊരു ഗ്ലാസ് മതി കേട്ടോ നമുക്ക് ദാഹവും ക്ഷീണമൊക്കെ മാറാനും. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലതാണ് ഇതുപോലെ ഉണ്ടാക്കി കുടിക്കുന്നത്. നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഞ്ചസാര ഒഴിവാക്കിയിട്ട് തേന് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ക്യാരറ്റ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.